സാഹചര്യത്തിലും നിങ്ങളുടെ ഏത് വേദനകളുടെ നടുവിലും ഈ നല്ല കർത്താവ് നല്ലവരെന്ന് രുചിച്ചറിയാം. ഈ വരുന്ന ഒരാഴ്ചയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ബലവുക്രമായി തരും. ഓ ശബ സങ്കീർത്തനങ്ങൾ 119-114 വാക്യം. നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഭക്തന്റെ മറവിടവും ശത്രുവിൻ്റെ വശീകരണവും എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ദൈവം ഒരു മറവിടവും പരിചയവും ആകുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഒരു ഭക്തന് ഉറപ്പായും ധൈര്യത്തോടെയും പറയുവാനാവണം, ദൈവമേ, നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയവുമാകുന്നു. ഈ അനുഭവത്തിൽ ജീവിക്കുന്ന തൻ്റെ മക്കൾ ഭാഗ്യമുള്ളവരാണ്. ദൈവം തൻ്റെ മക്കളെ ശത്രുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 91 ഇങ്ങനെ വായിക്കുന്നു: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. പ്രിയരെ, ആശ്രയിക്കുന്നവനെ മറയ്ക്കുന്ന ചിറകുകൾ ദൈവത്തിനുണ്ട്. ആ ചിറകുകൾക്ക് ഇന്നും ശക്തിയുണ്ട്. ആ ചിറകുകൾ ഇപ്പോഴും എപ്പോഴും ആശ്രയിക്കുന്നവന് മറവിടമാണ്. സങ്കീർത്തനം 91 വീണ്ടും വായിക്കുന്നത് ഇപ്രകാരമാണ്: തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. പ്രിയരെ, തൻ്റെ ചിറകിൻ മറവിൽ നമ്മെ മറച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിറകടിയിൽ നിന്നും നമ്മെ പുറത്താക്കി ആക്രമിക്കുക എന്നത് ദൈവത്തിൻ്റെയും ദൈവമക്കളുടെയും ശത്രുവായ സാത്താൻ്റെ പ്രധാന ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം ഓരോ വിശ്വാസികളും. ദൈവത്തിൻ്റെ ചിറകിൻ കീഴ് നമ്മുടെ സുരക്ഷിത സ്ഥാനമാകുന്നുവെങ്കിലും നമുക്ക് ചുറ്റും എപ്പോഴും ആത്മീയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നവരാകുക. പലപ്പോഴും ദൈവമക്കൾ ഇന്നും അപകടസന്ധികളെ നേരിടേണ്ടി വരാറുണ്ട്. സാത്താൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാൽ പലപ്പോഴും ദൈവഭക്തരായവർ ആക്രമിക്കപ്പെടാറുണ്ട് എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ നാളുകളിൽ വളരെ സുരക്ഷിതമായ വിശ്വാസ ജീവിതത്തിൽ മുന്നേറിയവർ ഇന്ന് എങ്ങുമല്ലാത്ത സ്ഥിതിയിൽ ആയിത്തീർന്ന അനേകരുണ്ട്. മറ്റൊരു കൂട്ടരുടെ അവസ്ഥ വിശ്വാസ ആരാധന ജീവിതത്തിലാണ്, എന്നാൽ വിശ്വാസമോ പ്രത്യാശയോ ഇല്ലാത്ത അവസ്ഥ എന്ന നിലയിലും കഴിയുന്നവരേറെയുണ്ട്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യം? ദൈവം നമുക്ക് കൽപ്പിച്ചാക്കിയ
ആ സംരക്ഷിത മണ്ഡലത്തിന് പുറത്തിറങ്ങിപ്പോയതിൻ്റെ വെളിച്ചത്തിലാണ് എന്ന് തിരിച്ചറിയാൻ താല്പര്യപ്പെടും. മറയ്ക്കുന്ന ചിറകടിയിൽ നിന്ന് പുറത്തു കടന്ന് സ്വൈര്യവിഹാരം നടത്തുമ്പോൾ വീഴ്ച ആരംഭിച്ചു തുടങ്ങും. എങ്ങനെയാണ് നമ്മെ മറയ്ക്കുന്ന ചിറകിൻ കീഴിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ഇടയാകുന്നത് എന്നുള്ള കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. അതിനുവേണ്ടി ശത്രു ഉപയോഗിക്കുന്ന തന്ത്രമാണ് പ്രലോഭനവും വശീകരണവും. നമ്മെ എങ്ങനെയെങ്കിലും വശീകരിക്കുക എന്നത് ശത്രുവിൻ്റെ വലിയ തന്ത്രമാണ്. നേരിട്ടുള്ള ആക്രമണം ഒരു ദൈവപൈതലിന് നേരെ സാധ്യമല്ല എന്ന് നമ്മേക്കാൾ കൂടുതൽ ശത്രുവിനറിയാം. അതുകൊണ്ട് അവൻ വശീകരണം എന്ന പ്രലോഭനം എന്ന തന്ത്രങ്ങൾ ഉപയോഗിക്കും. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളുടെ അടുത്ത് നീതിയുടെ വക്താവ് എന്ന നിലയിൽ ഒരു വെളിച്ച ദൂതനെ പോലെ ആയിരിക്കും അവൻ എത്തുന്നത് എന്ന് നാം തിരിച്ചറിയണം. കുറേ നാളുകൾ അവൻ അടങ്ങിയിരുന്ന് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നമ്മെയും നമ്മുടെ ബലഹീന സമയങ്ങളെയും അവൻ മനസ്സിലാക്കിയെടുക്കും. എന്നിട്ടായിരിക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി നമ്മുടെ ബലഹീന മേഖലകളിലേക്ക് അവൻ പ്രവേശിക്കുന്നത്. ആത്മീക ചിന്താഗതിയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ കഴിയാതെ ഇരുന്നാൽ, ആത്മീക കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നമ്മെ സംശയാലുവാക്കുകയോ അല്ലെങ്കിൽ എതിർമനോഭാവമുള്ളവരാക്കി തീർക്കുകയോ ചെയ്യുന്നതിൽ അവൻ വിജയിക്കും. ആത്മീകർക്കുള്ള ആത്മീയ പോരാട്ടത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സർവായുധവർഗം മുഴുവനും പ്രിയരെ നാം ധരിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുവാൻ അവന് കഴിയാതിരുന്നാൽ, അവൻ്റെ അടുത്ത ശ്രമം അതിലേതെങ്കിലും ഒന്ന് നാം ധരിക്കുന്നതിലോ ഉപയോഗിക്കുന്നതിൽ നിന്നും നമ്മെ അലസ മനോഭാവം ഉള്ളവരാക്കി തീർക്കുക എന്ന കാര്യം ചെയ്യുകയായിരിക്കും. അപ്രകാരം നമ്മുടെ രക്ഷാകവചം അപൂർണമാക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ രക്ഷാകവചം അപൂർണമാക്കി തീർക്കുവാൻ അവന് കഴിഞ്ഞാൽ അവന് നമ്മെ ആക്രമിക്കുന്നതിന് സഹായകരമായ സാഹചര്യമായിരിക്കുമത്. അതുകൊണ്ട് നാം അതീവ ശ്രദ്ധാലുക്കളായി നമുക്ക് സർവശക്തനായ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന രക്ഷാ കവചത്തിനുള്ളിൽ സുരക്ഷിതരായിരിക്കുവാൻ ശ്രമിക്കണം. അവൻ വശീകരിച്ച് നമ്മെ അതിൽ നിന്ന് പുറത്തിറക്കുവാൻ ശ്രമിച്ച് പരാജയം അടയുന്നവനായി തീരണം. ദൈവത്തിൻ്റെ വചനം പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകിത്തരുന്നത്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ഇന്ന് പല വിശ്വാസികളും അശ്രദ്ധരായി കഴിയുകയാണ്. അശ്രദ്ധയിൽ കഴിയുന്നത് കൊണ്ട് തന്നെ പിശാചിന്റെ വശീകരണ തന്ത്രത്തെ, പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു. അവൻ ശ്രമിക്കുന്നത് നാം തന്നെ നമ്മുടെ രക്ഷാകവചം ഉപേക്ഷിച്ച് പുറത്തു വരുവാൻ ഇടയാക്കണമെന്നതിലാണ്. പ്രതിയോഗിയായ പിശാചിന്റെ ഇരകളാകാതിരിക്കുവാൻ, സൂക്ഷ്മതയുള്ളവരായിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ഇന്ന പ്രഭാതത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പ്രിയരെ നമുക്ക് മുന്നറിയിപ്പ് നൽകി തരുമ്പോൾ ആ മുന്നറിയിപ്പുകൾ നാം ഏറ്റെടുത്ത് അതനുസരിക്കുവാൻ, ആ വചനം പാലിക്കുവാൻ, ആ വചനത്താൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരുവാൻ നമുക്കൊരു ദാഹമുണ്ടാകണം. പരിശുദ്ധനായ കർത്താവ് നമ്മെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. കർത്താവ് നമ്മെ കാത്തിരിക്കുകയാണ്, നമ്മളോട് സംസാരിക്കാൻ, നമ്മളിൽ നിന്ന് കേൾക്കുവാൻ, അവൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിഞ്ഞു തരാൻ. കൂടപ്പിറപ്പ്, ഇന്ന് പകലിലും കർത്താവ് താങ്കളെ കാത്തിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി അവൻ്റെ സന്നിധിയിലേക്ക് അടുക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന വളരെ അനുഗ്രഹീതമായ നല്ല ദിവസം, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരുണയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ആവശ്യമായി പ്രാർത്ഥനയിൽ മുട്ടുമടക്കുന്നവർക്ക് കർത്താവ് അവർക്ക് മറുപടമാണെന്നും കർത്താവ് അവർക്ക് സുരക്ഷിതമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അതവർ ഏറ്റെടുത്ത് അനുഭവിക്കണമെന്നും
കർത്താവ് ആഗ്രഹിക്കുന്ന ആഗ്രഹം അവരോരോരുത്തരും തിരിച്ചറിഞ്ഞ് കർത്താവിനെ അനുസരിക്കുന്നവരായി ജീവിപ്പാൻ എല്ലാവർക്കും കൃപ പകരണമേ. കർത്താവെ, ഞങ്ങളുടെ മറവിടം ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുവാൻ ഇന്ന് പകലിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശത്രു ഞങ്ങളെ വശീകരിക്കുമ്പോൾ, പ്രലോഭിപ്പിക്കുമ്പോൾ അവൻ്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് തകർത്തു കളയാൻ സൂക്ഷ്മതയോടെ കാൽച്ചുവടുകൾ മുമ്പോട്ട് വെക്കുവാനുള്ള ഉയരത്തിലെ ജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു തരണം. കർത്താവിൻ്റെ അനുഗ്രഹം ഞങ്ങൾ ചോദിക്കുന്നു. ചില വിടുതലുകൾ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവെ, സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ഏത് സാഹചര്യത്തിലും, നിങ്ങളുടെ ഏത് വേദനകളുടെ നടുവിലും ഈ നല്ല കർത്താവ് നല്ലവരെന്ന് രുചിച്ചറിയാം. ഈ വരുന്നൊരാഴ്ചയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ബലവും കൃപയും തരും. ഓ ശബ